അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന് വീട്ടിലെത്തിയ ഷഹാന കയറി വരുമ്പോൾ പതിവ് പോലെ ഉമ്മറത്ത് തന്നെ അവളെ കാത്തു നിൽപ്പുണ്ട്. ഷഹാനയുടെ സ്വഭാവം ഉമ്മാക്കറിയാം. ചില ദിവസങ്ങളിൽ മിണ്ടാതെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ എല്ലാം കറങ്ങാൻ പോവും. അവൾക്ക് തോന്നിയാൽ മാത്രമേ ഉമ്മാനോട് വിളിച്ചു പറയുകയുള്ളൂ. അല്ലാത്ത സമയം അവൾ വിളിച്ചു പറയാതെ ഒക്കെ അങ്ങ് പോവും. കാണാതിരുന്നാൽ ആദ്യ കയറി ഉമ്മ അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുത്താലായി, ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലായി. കയറി വരുമ്പോൾ ചോദ്യം ചെയ്യുന്നത് അവൾക്കിഷ്ടമല്ല. എന്താ മോളെ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നെല്ലാം ചോദിച്ചു പോയാൽ അവൾ പറയും, എന്താ ഇത്ര വേവലാതി, ഞാൻ ഇവിടെ നിന്നല്ലേ പോയത്, ഇങ്ങോട്ട് തന്നെ വരും, അതുകൊണ്ട് മറ്റെവിടെയും പോവില്ല, ആ കാര്യമൊന്നും ആലോചിച്ച് നിങ്ങൾ ബേജാറാവേണ്ട. അപ്പോൾ ഷഹാനയുടെ ഉമ്മ പറയും, എത്രയായാലും നീ ഞങ്ങളുടെ മോളല്ലേ, നിന്നെ ഒരു നിമിഷം കാണാതിരുന്നാൽ ഞങ്ങൾക്ക് ബേജാറാവില്ലേ, ഞങ്ങളുടെ അവസ്ഥ നിനക്കറിയണമെങ്കിൽ നീ ഒരു ഉമ്മയാവണം, അപ്പോഴേ നിനക്ക് ആ അവസ്ഥയെ അറിയൂ എന്നെല്ലാം പറയും. അപ്പോൾ അവൾ പറയും, ഷഹാന പറയും, ഞാൻ നിങ്ങളെപ്പോലെ ആവില്ല, ഞാൻ നിങ്ങളെപ്പോലെ മക്കളെവിടെ പോകുന്നു എന്നൊന്നും ആലോചിച്ച് ബേജാറാവില്ല, അവർ പോയതുപോലെ ഇങ്ങ് തിരിച്ചു വന്നോളും, ഞാൻ അങ്ങനെ വിചാരിക്കും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഷഹാനയുടെ ഉമ്മ പറയും, അത് നിനക്ക് ഇപ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ നീ ഒരു ഉമ്മയായി കഴിഞ്ഞാൽ അപ്പോൾ നിനക്കറിയാം അതിൻ്റെ ബേജാറും വേവലാതിയുമെല്ലാം നമുക്ക് കാണാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഷഹാന പറയും, ഞാൻ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഒരു 4-5 വർഷത്തേക്കൊന്നും ഉമ്മയാവാൻ തീരുമാനിച്ചിട്ടില്ല, 5 വർഷമെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിച്ചതിൻ്റെ ശേഷം മാത്രമേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കൂ എന്നെല്ലാം അവൾ പറയും. അപ്പോൾ അവളുടെ ഉമ്മ അവളെ കളിയാക്കി പറയും, 5 വർഷമോ, എന്താണ് നീ പറയുന്നത്, നിൻ്റെ ഉപ്പയും ഉമ്മയും ആയ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോൾ തന്നെ നീ ഉണ്ടായി, ഞങ്ങൾക്ക് വേറെ ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങൾ പിന്നെ ആലോചിക്കാത്തത് നിന്നോടുള്ള ആ സ്നേഹം കൊണ്ടാണ്, എന്നിട്ട് നീ എന്താണ് ഈ പറയുന്നത്, നീ 5 വർഷം കഴിഞ്ഞ് മതിയെന്നോ, ഞങ്ങൾക്കും ഉണ്ടാവില്ലേ, ഞങ്ങൾ പിന്നെ ഒരു ചെറിയ കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ടില്ല, ഇനി നിൻ്റെ മക്കളെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യം പോലും ഞങ്ങൾക്കില്ല 5 വർഷം കഴിയാതെ, അപ്പോഴേക്കും ഞങ്ങൾ ഉണ്ടാവുമോ എന്താണ് നിനക്ക് ഉറപ്പ് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും നിങ്ങളുടെ പോലെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും എനിക്ക് വരില്ല, 5 വർഷം കഴിയാതെ ഞാൻ ഒന്നും ആലോചിക്കില്ല, അതുവരെ ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കട്ടെ, ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ബാധ്യതകളാണ്, അതിനെ നോക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, എന്തായാലും ഇപ്പോഴൊന്നും അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. ഇങ്ങനെ പതിവ് പോലെ ഉമ്മറത്ത് കാത്തു നിൽക്കുകയാണ് ഷഹാനയുടെ ഉമ്മ. കയറി വരുന്ന മകളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തെല്ലാമോ മനസ്സിൽ കണക്ക് കൂട്ടിയുള്ള വരവാണെന്ന്. അത് ശരിയായിരുന്നു. പോരുന്ന വഴിയിലെല്ലാം അവളുടെ മനസ്സിൽ അതായിരുന്നു. എങ്ങനെ ഉമ്മാനോടും ഉപ്പാനോടും കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒരു വാശിപ്പുറത്ത് നടക്കാനുള്ളതല്ല കല്യാണം എന്നവൾക്കറിയാം. ആകെ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള ഒരേ ഒരു മോളാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും കാണും അവർക്ക് തൻ്റെ വിവാഹത്തെക്കുറിച്ച്. അത് ഒരാഴ്ച കൊണ്ടൊന്നും തട്ടിക്കൂട്ടി പെട്ടെന്ന് നടത്താനുള്ള ആ ഒരു രീതിയിലായിരിക്കില്ല ഉപ്പാൻ്റെയും ഉമ്മായുടെയും മനസ്സിലുള്ള ആഗ്രഹം. ഒരു 2 മാസം മുന്നെയെങ്കിലും ഒരുങ്ങി എല്ലാ രീതിയിലും ആഘോഷങ്ങൾ സെറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങൾ ഓരോ കല്യാണങ്ങൾ ആലോചിച്ച് മൈലാഞ്ചി കല്യാണം, അതുപോലെ തന്നെ പല രീതിയിലുള്ള അരിക്കുത്ത് കല്യാണം, ഒരുപാട് കല്യാണ രീതികളുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ ഓരോ ദിവസം ഓരോന്നായി ആഘോഷിച്ച് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഒരുപാട് പേരെ ക്ഷണിച്ച് വലിയ രീതിയിൽ ആഘോഷിക്കണമെന്നായിരിക്കും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സിൽ. ഇതിപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുന്നേ ഒരാഴ്ച കഴിഞ്ഞു പോകും. അതുകൊണ്ട് എങ്ങനെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് അവൾ ആകെ ടെൻഷനിലായിരുന്നു. പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രീതി ആവർത്തിക്കേണ്ടി വരുമോ എന്നെല്ലാം അവൾ മനസ്സിൽ കണക്ക് കൂട്ടി.
അന്ന് തന്നെ അവൾക്ക് മതിയായതാണ് ICUയിലുള്ള ആ കിടത്തവും. മരിച്ചു പോകുമോ എന്നുള്ള ഒരു എടുത്തുചാട്ടത്തിന് ചെയ്തെങ്കിലും അന്നനുഭവിച്ച ആ വേദനകളും അന്നനുഭവിച്ച ആ ഒരു ദുരിതമെല്ലാം ആലോചിച്ചപ്പോൾ ഇനി ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നവൾ വിചാരിച്ചതാണ്. പക്ഷേ ഉമ്മാനെയും ഉപ്പാനെയും സമ്മതിപ്പിച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒപ്പിച്ചില്ലെങ്കിൽ ശരിയാവുമില്ല. അതുകൊണ്ട് അവർ സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെയെല്ലാം വേവലാതിയിലാണ് അവളുടെ വരവ്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവളുടെ ഉമ്മാക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ എന്തെല്ലാമോ ഓരോ പ്രശ്നങ്ങൾ കണക്കുകൂട്ടലുകൾ നടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ കയറി വന്ന അവളെ കണ്ടതും ഉമ്മ ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ കയറി വന്ന ഉടനെ തന്നെ പറയണ്ട, പെട്ടെന്ന് പറയണ്ട, ചായയെല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷായി വന്ന ശേഷം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാം എന്നെല്ലാം അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഒന്നുമില്ല ഉമ്മ, ഭയങ്കര തലവേദന, ഞാനൊന്ന് ചെന്ന് ഫ്രഷായി ചായ എല്ലാം കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവളുടെ ഉമ്മ മനസ്സിൽ വിചാരിച്ചു, കാര്യമായ എന്തോ ഒന്ന് ഉണ്ട്, അല്ലാതെ ഇങ്ങനെ അവൾക്ക് കാര്യമായ ടെൻഷൻ വരുമ്പോഴാണ് ഈ തലവേദന. എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളോ വരുമ്പോഴാണ് ഈ ഒരു തലവേദന അവൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഒന്ന് ചോദിക്കേണ്ട. പിന്നെ എന്തെങ്കിലും ഏടാകൂടം പിടിച്ച സംഭവങ്ങളാണെങ്കിൽ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും അവളുടെ ഉപ്പ കൂടി വന്നിട്ട് സംസാരിക്കുന്നതാവാം നല്ലത്. അതുവരെ തൽക്കാലമൊന്നും അവളോട് ചോദിക്കേണ്ട. കാരണം അന്നത്തെ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമുള്ള കാര്യമാണ് അവൾ സംസാരിക്കുന്നത് എങ്കിൽ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ വരാതെ ഇനി അവളോട് ഒന്നും ചോദിക്കേണ്ട എന്നെല്ലാം അവർ മനസ്സിൽ കണക്ക് കൂട്ടി. എങ്കിലും അവർ മനസ്സിൽ വിചാരിച്ചു, പടച്ച റബ്ബേ, എന്തായിരിക്കും ഇപ്പോൾ ഇവളുടെ മനസ്സിൽ എന്നെല്ലാം അവർ മനസ്സിൽ വിചാരിച്ചു. ഇതേ സമയം നമ്മുടെ അമീർ വീട്ടിൽ ഉപ്പാൻ്റെ മുന്നിലും ഈ കാര്യം എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ആ ഒരു മനോവിഷമത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഉപ്പാനോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും, ഉപ്പ എന്തു പറയും എന്നൊന്നും അറിയില്ല. എന്തായാലും എതിർക്കാൻ ചാൻസ് ഇല്ല. കാരണം തൻ്റെ വീട്ടിൽ വലിയ ചടങ്ങുകളൊന്നും കാണില്ല. തൻ്റെ ഏട്ടത്തിമാരുടെ കല്യാണം കഴിഞ്ഞത് തന്നെ അധികം ആളുകളെയൊന്നും ക്ഷണിക്കാതെയാണ്. പിന്നെ മറ്റേ നശിച്ചവൾ, അവളുടെ കാര്യം പിന്നെ ഇവിടെ ഉപ്പ ഏറ്റെടുക്കാത്തിടത്തോളം അവളുടെ കാര്യവും അങ്ങനെയാണ്. അവിടെ ഇനിയിപ്പോൾ എന്തോ എങ്ങനെ വലിയ കല്യാണമായിരിക്കും ഒരു പക്ഷേ. എന്തായാലും ഇവിടെ അത്ര വലിയ കല്യാണമൊന്നും നടത്താൻ ഉപ്പ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ചിലവൊന്നും തങ്ങൾ എടുക്കേണ്ട എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്ങാനും ഉപ്പ എല്ലാവരെയും ക്ഷണിക്കുമോ എന്നും അറിയില്ല. കാരണം മ്യൂസിക് കിട്ടിയ ലാസിഡും കഴിക്കുന്ന രീതിയാണ് ഉപ്പാൻ്റെ. അതുകൊണ്ട് തന്നെ ഷഹാനയുടെ വീട്ടുകാർ ചിലവെടുക്കുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാവരെയും ക്ഷണിച്ച് ആർഭാടം കാട്ടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഉപ്പാനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഒരാഴ്ചയുണ്ടല്ലോ, തൽക്കാലം എല്ലാവരെയും ക്ഷണിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയേണ്ടല്ലോ. എല്ലാം അവിടെ ഷഹാനയുടെ വീട്ടുകാർ അവിടെ ഏറ്റെടുക്കാമെന്നല്ലേ അവൾ പറഞ്ഞത്. അതുകൊണ്ട് ക്ഷണിക്കാനുള്ളവരെയെല്ലാം ക്ഷണിക്കാൻ ഇപ്പോൾ താൻ ഒരു ഭാഗത്തേക്കും പോവും, ഉപ്പ ഒരു ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ആ വിഷയമുണ്ടാവില്ല. എന്നാലും ഇനിയിപ്പോൾ ഇവരുടെ ഈ വാശിയുടെ കാര്യമെല്ലാം അറിഞ്ഞാൽ ഉപ്പാക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ വാശിയാണോ എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലോ പറയുമോ എന്നെല്ലാം ആലോചിച്ച് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള ടെൻഷനിലായിരുന്നു അവൻ. വൈകുന്നേരം ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഉപ്പ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ റസാക്ക് പത്രം വായിച്ച് ഇരിക്കുകയാണ്. അന്ന് രാവിലെ അവന് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയതാണ്. പിന്നെ വരുന്നത് ഇപ്പോഴാണ്. ഒരു എയർപോർട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രമൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് വൈകുന്നേരം ഒരു കട്ടനടിച്ചിരിക്കുമ്പോൾ പത്രം നോക്കാമെന്ന് കരുതി ഇങ്ങനെ വായിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അമീറിൻ്റെ വരവ്. അവനും ചായയും വല്യമ്മ കപ്പയും ചായയും പുഴുങ്ങിയതുണ്ടായിരുന്നു. അതും കഴിച്ച് അങ്ങനെ ഒന്ന് ഉപ്പാനോട് സംസാരിക്കാം എന്നുള്ള ലെവലിൽ ഇങ്ങനെ വരികയാണ്. അവനെ കണ്ടതും പത്രം വായിക്കുന്നതിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് നോക്കിക്കൊണ്ട് റസാക്ക് ചോദിച്ചു, എന്താ മോനെ, എന്താണ് വിശേഷം? കടയിൽ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറല്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, കച്ചവടമൊക്കെ ആയി വരുന്നത് തന്നെയുള്ളൂ. പുതിയ കടയല്ലേ, ഒന്ന്
ആളുകളിൽ എത്തി എല്ലാം ആളുകൾക്ക് ഒന്ന് സ്ഥിരം ആളുകളൊക്കെ കസ്റ്റമേഴ്സൊക്കെ വന്ന് കച്ചവടമായി വരാൻ എന്തായാലും ടൈം എടുക്കും. അതുവരെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ഇറക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാക്ക് ചോദിച്ചു, അതിന് നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോടാ ഇറക്കാൻ? ഉള്ളത് തന്നെ ഇറക്കിയത് നമ്മുടെ വീടും പുരയിടും പണം വെച്ചിട്ടില്ല. അതിൻ്റെ തന്നെ ഇപ്പോൾ മാസം കുടിശ്ശിക തെറ്റി കിടക്കുകയാണ്. പിന്നെ നീ എവിടുന്ന് എടുത്ത് ഇറക്കാൻ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതെല്ലാം അവൾ ഇറക്കുന്നുണ്ട് ഉപ്പ, ഷഹാന അവൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസാക്ക് പറഞ്ഞു, ഇനി എല്ലാം അവൾ ഇറക്കി പതിയെ പിന്നെ കട മൊത്തം അവളുടേതാണെന്ന് പറയും കേട്ടോ. അതുവരെ ഉണ്ടാകും. അങ്ങനെയൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് പരസ്യങ്ങളെല്ലാം ചെയ്യിക്ക്. ഇപ്പോൾ ഈ കണ്ണിക്കണ്ട യൂട്യൂബർമാരും വ്ളോഗർമാരും അതുപോലെ പരസ്യം ചെയ്യുന്നവരും നിരത്തി ഇറങ്ങിയിട്ടുണ്ടല്ലോ. നീ ആരെങ്കിലും വിളിച്ച് നല്ലൊരു പരസ്യം കൊടുത്ത് അവരോട് ചെയ്യാൻ പറയും. അവളോടും പറയും. അങ്ങനെ നാലാളുകളിൽ എത്തിയാൽ തന്നെ കച്ചവടമൊക്കെ വരും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, അങ്ങനെയും ആലോചിക്കുന്നുണ്ടുപ്പ. എന്തായാലും എനിക്കതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാക്ക് പറഞ്ഞു, എന്താണടാ അതിലും വലിയ കാര്യം? എന്താ ഇപ്പോൾ ഇത്ര പ്രധാനപ്പെട്ടത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, അതേ, നിങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നിങ്ങളുടെ ആ മകളില്ലേ, അവളും അവനും കൂടി ഇന്ന്, അസൈനില്ലേ, അവനും കൂടി ഇന്ന് കടയിൽ വന്നിരുന്നു, നമ്മുടെ കടയിൽ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസാക്ക് മുഖത്ത് പെട്ടെന്ന് തന്നെ, ആമയുടെ പേര് കേട്ടതും പെട്ടെന്ന് തന്നെ റസാക്കിൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി. മുഖത്ത് പിന്നെ അതുവരെ കാണാത്ത ഒരു ദേഷ്യഭാവമായിരുന്നു. കുറേ ദിവസമായിരുന്നു ഉപ്പായുടെ മുഖം ഇതുപോലെ അവൻ കണ്ടിട്ട്. അത്രയും ദേഷ്യമായിരുന്നു ആമയുടെ പേര് കേട്ടപ്പോൾ തന്നെ റസാക്കിൻ്റെ മുഖത്ത്. ആ നശിച്ചവളോ? അവൾ ഇപ്പോൾ അവിടെയും കയറി ഇറങ്ങാൻ തുടങ്ങിയോ? എന്തിനാണ് ആ ഒരുമ്പെട്ടവൾ അവിടെ വന്നത്? അവളുടെ കടയിലുണ്ടല്ലോ സാധനങ്ങളെല്ലാം. പിന്നെ എന്തിനാണ്? നിൻ്റെ കട എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കി, അതിലുള്ള സാധനങ്ങൾ എല്ലാം നോക്കി, അതിലും മുന്തിയത് അവളുടെ കടയിൽ കൊണ്ട് ഇറക്കാനായിരിക്കും. നീ എന്തിനാണ് അവളെ കയറ്റി സൽക്കരിക്കാൻ പോയത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നുമല്ല ഉപ്പ, അവളുടെ കല്യാണമാണത്രേ ഈ വരുന്ന ഞായറാഴ്ച. അതുകൊണ്ട് ആ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. അതിനു വേണ്ടിയാണ് അവൾ വന്നത് എന്ന് പറഞ്ഞു. അവനെയും കൂട്ടി വന്നത് എന്ന് പറഞ്ഞു. അവരുടെ കടയിൽ ഞങ്ങൾ പണിയെടുത്തിരുന്നതല്ലേ ആദ്യം. ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് എന്ന് ഷഹാനെയും വിളിക്കാൻ എന്നെയും വിളിക്കാൻ എന്ന് പറഞ്ഞാണ് അവിടെ വന്നത്. എന്തായാലും ഇവിടെ വന്ന് വിളിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒന്നും വരാൻ സാധ്യതയില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ അവർ ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഉമ്മറത്ത് തന്നെ ഒരു കാർ വന്ന് നിന്നത്. രണ്ടുപേരും ആ സമയത്ത് തന്നെ ഒരേപോലെ അങ്ങോട്ട് നോക്കി. അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് നമ്മുടെ റസാക്കും അതുപോലെ തന്നെ ആമീറും ആകെ അന്തം വിട്ടുപോയി. അത് മറ്റാരുമായിരുന്നില്ല, ആമിയും അതുപോലെ തന്നെ റസിയയും സൈനുമായിരുന്നു. അവരെ കണ്ടതും പുലി പായുന്ന പോലെ ഒരു പാച്ചിലായിരുന്നു റസാക്ക് ഉമ്മറത്തേക്ക്. അവരെ തടഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെ, അകത്തേക്ക് കയറി പടി പോലും കയറാൻ സമ്മതിക്കില്ല എന്ന ഭാവത്തിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് അയാൾ. എങ്ങനെ ധൈര്യം വന്നെടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിനക്ക് ഈ രണ്ട് നശിച്ചവരെയും കൂട്ടി ഈ പടി കയറി വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസിയാൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു അയാൾ. ഇപ്പോൾ റസിയാനെ മുഖമടച്ച് അടിവീഴും എന്ന ഭാവമായിരുന്നു അയാളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ. അത് കണ്ടതും നമ്മുടെ ആമി അതിനിടയിലേക്ക് കയറി ചെന്നു. തൊട്ടുപോകരുത് എൻ്റെ ഉമ്മാനെ. ഇവിടെ നിങ്ങൾ ഇറക്കി വിട്ടെങ്കിൽ നിങ്ങൾ ഇറക്കി വിട്ടതൊന്നുമല്ല, എൻ്റെ ഉമ്മ ഇറങ്ങിപ്പോയതാണ്. നിങ്ങൾ ഇറക്കി വിട്ടു എന്നൊന്നും പറയണ്ട. എൻ്റെ ഉമ്മ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ഇവിടെ അധികാരം സ്ഥാപിക്കാനുമല്ല വന്നത്. ഇനി നിങ്ങൾ വിളിച്ചാൽ തന്നെ ഉമ്മ വരാൻ പോണില്ല. എന്നിട്ടല്ലേ ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പ എന്ന രീതിയിൽ നിങ്ങളെ വിവരം അറിയിക്കണം എന്നുള്ളത് എൻ്റെയും എൻ്റെ ഉമ്മയുടെയും കടമയാണ്. സാധാരണ ഉപ്പമാരാണല്ലോ കൈ കൊടുക്കാറുള്ളത്. നിങ്ങൾ അത് കൊടുക്കില്ല എന്നറിയാം.
അതുകൊണ്ട് തന്നെ എൻ്റെ വല്യപ്പ ആ ചടങ്ങ് മനോഹരമായി ചെയ്യും. എന്നാലും നിങ്ങളെ ഇനി വിളിച്ചില്ല, നിങ്ങൾ അറിഞ്ഞില്ല, പറഞ്ഞില്ല എന്ന് നിങ്ങൾ നാളെ പറയാൻ ഇടയാവരുത്. അതുപോലെ തന്നെ നാട്ടുകാരും പറയരുത്. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ക്ഷണിക്കേണ്ടത് ഞങ്ങളുടെ മര്യാദ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അതേ നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് റസാക്ക് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എന്തു വന്നാലും അവരെ അകത്തേക്ക് കയറ്റിയിരുത്തില്ല എന്ന ഭാവമായിരുന്നു. അയാൾ അവരോടായി പറഞ്ഞു, കല്യാണം ക്ഷണിക്കാൻ വന്നതാണോ നിങ്ങൾ? അതും എന്നെ? എങ്ങനെ ധൈര്യം വന്നെടി? നിന്റെ ഉമ്മാക്കോ ബുദ്ധിയില്ല, നിനക്ക് കുറച്ചെങ്കിലും അന്തമില്ലേ? നീ വലിയ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്ന, എങ്ങനെ നിനക്ക് തോന്നിയടി ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ? ഇവളിങ്ങോട്ട് വന്നാലും നീ വേണ്ടടി എതിർത്ത് നിൽക്കാൻ. നിനക്ക് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നെല്ലാം ആമിയോട് പറഞ്ഞു. അപ്പോൾ ആമി റസാക്കിനോട് പറഞ്ഞു, ഉമ്മയല്ല ഞാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കണമെന്ന്. അപ്പോൾ റസാക്ക് പറഞ്ഞു, ഓ അത് നിന്റെ തീരുമാനമായിരുന്നോ? കടയിൽ നിങ്ങൾ വന്നു എന്നറിഞ്ഞ് ഞാൻ ഇവനെ ഇപ്പോൾ ശകാരിച്ചതേയുള്ളൂ. എന്തിന് നിങ്ങളെ അവിടെ കയറ്റിയിരുത്തി സൽക്കരിച്ചു എന്ന് ചോദിച്ച്. അവിടെ പിന്നെ എനിക്ക് വരാൻ അധികാരമില്ലല്ലോ. അതെൻ്റെ മരുമകളുടെയും ഇവൻ്റെയും കടയല്ലേ. അതുകൊണ്ട് അവരില്ലാത്ത സമയത്ത് ഞാൻ അവിടെ വന്ന് ചിലപ്പോൾ അധികാരം കാണിച്ചു എന്നൊക്കെ വരും. പക്ഷേ അവർ ഉള്ളപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇത് എൻ്റെ വീടാണ്. ഇവിടെ ആര് വരണം, എപ്പോൾ വരണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ആ കടയിൽ പോലും നിങ്ങളെ കയറ്റിയിരുത്തിയതിന് ഞാൻ ഇവനെ ശകാരിക്കുകയായിരുന്നു. ആ നിങ്ങളെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ക്ഷണിച്ചിരുത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സെയിൻ ആ റസാക്കിനെ തള്ളി മാറ്റിക്കൊണ്ട് ആമയുടെ കയ്യും പിടിച്ച് നിങ്ങളിങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് കുത്തനെ ഒരു പോക്കായിരുന്നു ഉള്ളിലേക്ക്. എന്നിട്ട് നിങ്ങളിരിക്ക് എന്ന് പറഞ്ഞ് അവരോട് ഇരിക്കാൻ പറഞ്ഞു. സോഫയിൽ കാലുമേൽ കാല് കയറ്റി ഇരുത്തി സെയിൻ ഇരിക്കുകയായിരുന്നു. സെയിനിൻ്റെ ആ ഇരുത്തവും ഭാവം കണ്ടപ്പോൾ റസാക്കിന് മുന്നേ ഉണ്ടായ സംഭവം, അന്ന് കിട്ടിയ ആ ഒരു അടിയുടെ വേദനയും എല്ലാം അയാളുടെ മനസ്സിലേക്ക് വന്നു. ഇവനോട് കളിച്ചാൽ അന്നത്തെ അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കരുത്തിന് മുന്നിൽ ഏറ്റുമുട്ടാതിരിക്കുകയാണ് നല്ലത്. തൽക്കാലം ഇവർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. സൈന റസാക്കിനോടായി പറഞ്ഞു, അതെ, നിങ്ങളുടെ മകളെന്ന മേൽവിലാസത്തിൽ തന്നെയാണ് ഇവളിപ്പോൾ അറിയപ്പെടുന്നത്. അത് നിങ്ങൾ എങ്ങനെ അറുത്തുമുറിച്ചാലും മാറില്ല. ആ സ്ഥിതിക്ക് ഈ വീട്ടിൽ വരാനുള്ള അവകാശം നിങ്ങളുടെ മകൾക്കുമുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ വിവാഹബന്ധം വേർപ്പെടുത്താത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കുമുണ്ട്. അതുകൊണ്ട് അവർ കല്യാണം വിളിച്ച് അവരുടെ കടമ തീർത്തിട്ടേ അവരിവിടുന്ന് പോവുകയുള്ളൂ. വരുന്നതോ വരാതിരിക്കുന്നതോ നിങ്ങളുടെ ഇഷ്ടം. അതുകൊണ്ട് ആമി, നീ ധൈര്യമായി ക്ഷണിച്ചോ, വരുകയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞു.